നിങ്ങളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സ് ഇഷ്ടമായി. അവർ പറയാണ് എനിക്ക് ഈ ടോയ്സ് ഇഷ്ടമായി, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങാനായിട്ട് പറയും. പാരന്റ്സ് ആയിട്ടുള്ള നിങ്ങൾ പറയും വീട്ടിൽ കുറെ ടോയ്സ് ഇല്ല, എന്തെങ്കിലും ഇത് വാങ്ങുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ വെക്കും. അപ്പൊ ആ സമയത്ത് അവർക്ക് വാശിയും ദേഷ്യവും കൊണ്ട് അവർ കരയാനായിട്ട് തുടങ്ങും. ചിലവരൊരു ഇരുന്ന് കരയും, കിടന്ന് കരയും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം കൊണ്ട് പൊതുസ്ഥലത്ത് ഇങ്ങനെ കുട്ടികളിൽ നിന്ന് കരയല്ലേ, അപ്പൊ ആ ഒരു ദേഷ്യം അതുപോലെ തന്നെ നാണക്കേട് കൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കുട്ടികൾക്ക് വാങ്ങി കൊടുക്കും. അപ്പൊ കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലായി, വാശി പിടിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. അപ്പൊ അവര് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ഇത് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത പ്രാവശ്യം വീണ്ടും പറയും, വാശി പിടിച്ചിട്ട് നിങ്ങൾ ആ സാധനങ്ങൾ വാങ്ങി കൊടുക്കുകയും ചെയ്യും. ഒരു ശീലമാക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം കുട്ടികളോട് സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്കിത് പിന്നെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ എന്നാലും കുട്ടികൾ കേൾക്കുന്നില്ല, വാശി പിടിച്ച് കരയാൻ തുടങ്ങുകയാണ്, ഓളിയിടാൻ തുടങ്ങുകയാണെങ്കിൽ അവരെ അങ്ങനെ ഓളിയിടാനായിട്ട് വിടുക, കരയാനായിട്ട് വിടുക. കാരണം അവരുടെ ഇമോഷൻസിന്റെ കൂടെ നിങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് അവർ കരഞ്ഞു തീർക്കുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കുക. കരഞ്ഞു തീർന്നു എന്ന് കാണുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൂടി നോക്കുക. പക്ഷെ ഒരിക്കലും അവരുടെ ആ ഒരു വാശിയുടെ സമയത്ത് നിങ്ങളെ സാധനങ്ങളൊന്നും വാങ്ങി കൊടുക്കാതിരിക്കാനായിട്ട് നോക്കുക. എനിക്കിത് പറയാനുള്ളത് കൂടുതലും പാരന്റ്സിനോടും അതുപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സിനോട്. ഈ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കാണ് കുറച്ചും കൂടി കൂടുതൽ സ്നേഹം കുട്ടികളോട് ഉണ്ടാവുക. അപ്പൊ അവരോടും കൂടി പറയാനുള്ളത്, ഒരിക്കലും കുട്ടികളുടെ വാശിപ്പുറത്ത് നിൽക്കരുത്. കുറച്ചൊക്കെ നിരാശ അവർ ഫേസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ഹെൽത്തി.